ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഡേ 6 ഇൻ ഫുക്കറ്റാണ്. ഞങ്ങൾ രാവിലെ എണീറ്റപ്പോഴേ വിചാരിച്ചു ഇന്നത്തെ ഡേ കുറച്ച് നേരമെങ്കിലും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ രാവിലെ എണീറ്റുടനെ റെഡിയായി നേരെ സ്വിമ്മിംഗ് പൂളിലോട്ടാണ് പോയത്. പിന്നെ ചേട്ടൻ ഇവിടെ വന്ന തൊട്ടേ ആഗ്രഹമാണ് ഈ ബോട്ടിൽ തുഴയുന്ന അടിപൊളി വീഡിയോസൊക്കെ എടുക്കണമെന്ന്. ഇതൊന്നുമല്ല, ഇത് റാൻഡമായിട്ട് ഞാൻ എടുത്ത ക്ലിപ്സാണ്. ചേട്ടൻ നിന്നും ഇരുന്നും ഒക്കെ തുഴഞ്ഞു. അതൊക്കെ ഞങ്ങൾ പ്രൊഫഷണലായിട്ടും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരുന്നു, രാവിലെ സ്വിമ്മിങ് ചെയ്തുകൊണ്ടായിരിക്കാം. സോ പെട്ടെന്ന് തന്നെ റെഡിയായി ഞങ്ങളൊരു ഗ്രാബ് ബുക്ക് ചെയ്തു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്ന് ഇറങ്ങിയായിരുന്നു. ഹോസ്പിറ്റലിൽ കണ്ണൻ്റെ സ്റ്റിച്ച് ഊരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ ചെയ്തൊരു തെറ്റെന്തെന്ന് വെച്ചാൽ, തായ്ലൻഡ് ട്രിപ്പിൽ പോയപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടില്ലായിരുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് ഞങ്ങൾക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ സ്റ്റിച്ച് ഊരാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്കും ജസ്റ്റ് സ്റ്റിച്ച് ഊരാൻ തന്നെ അവർ ചാർജ് ചെയ്തോ 2000 ബാട്ടാണ്. അത് കേട്ടപ്പോഴേ ഞങ്ങൾ ബാക്ക് അടിച്ചു, വേണ്ട എന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് എസ്കേപ്പായി നേരെ പോയത് സെൻട്രൽ മോളിലോട്ടാണ്. സെൻട്രൽ മോൾ ഫുക്കറ്റിലോട്ടാണ് പോയത്. രാവിലെ വേറെ എവിടെയും പോകാൻ പറ്റത്തില്ല, അത്രയ്ക്കും ചൂടും വെയിലുമായിരുന്നു. സോ അവിടെ ചെന്ന് ഞങ്ങളൊരു ബോബ ടീ ആദ്യം കുടിച്ചു. അത് കഴിഞ്ഞ് പഫ്സ് കഴിച്ചായിരുന്നു, പിന്നെ ഐസ്ക്രീം കഴിച്ചായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ പോയി ഒരു ക്രേപ്പൊക്കെ ട്രൈ ചെയ്തായിരുന്നു, അതും സൂപ്പറായിരുന്നു. പിന്നെ ഈ കാണുന്ന ബേക്കറിയിൽ നിന്നാണ് പഫ്സ് ട്രൈ ചെയ്ത്, അതും ഓക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത വണ്ടി പിടിച്ച് നേരെ പോയത് ഓൾഡ് ടൗൺ ഫുക്കറ്റിലോട്ടാണ്. ഉച്ചയ്ക്ക് ഓൾഡ് ടൗൺ ഫുക്കറ്റിൽ പോയത് ഞങ്ങൾ ചെയ്തൊരു മണ്ടത്തനമായിരുന്നു. കാരണം വലുതായിട്ട് ഷോപ്സ് ഒന്നും ഓപ്പണോ അല്ലായിരുന്നു, അതേപോലെ ഒടുക്കത്തെ വെയിലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ഒരുമാതിരി ബോറായിപ്പോയി. പിന്നെ ഞങ്ങൾ ചെയ്ത ഒരു തെറ്റായ ഒരു പരിപാടിയാണ് ഉച്ചയ്ക്ക് പോയത്. നിങ്ങൾ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് രാത്രി പോകാൻ ശ്രമിക്കുക. രാത്രിയാണെങ്കിൽ സൂപ്പർ വൈബുമാണ്, ഒരുപാട് ഷോപ്സ് ആൻഡ് കഫേസൊക്കെ ഓപ്പൺ ആയിരിക്കും. സോ അങ്ങനെ ഓൾഡ് ടൗൺ ഫുക്കറ്റിലൊക്കെ കറങ്ങിയതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പോയ ഡെസ്റ്റിനേഷനാണ് നമ്മളുടെ ബിഗ് ബുദ്ധ. ബിഗ് ബുദ്ധ എന്തായാലും ഫുക്കറ്റിൽ വരുവാണെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം അവിടെ നിന്ന് കിട്ടുന്ന വ്യൂ അത്രയ്ക്ക് പൊളിയാണ്. അതുമാത്രമല്ല നമുക്ക് ബുദ്ധിസ്റ്റ് കൾച്ചർ എക്സ്പീരിയൻസും ഒന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഞങ്ങൾ ഒരു ഗ്രാബ് ബുക്ക് ചെയ്തു, നേരെ പോയത് ബിഗ് ബുദ്ധയിലോട്ടാണ്. ബിഗ് ബുദ്ധയിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഷോർട്സ് അലൗഡ് അല്ലായിരുന്നു. സോ ഞാൻ അവിടെ നിന്നൊരു സരോങ് വാങ്ങിച്ചായിരുന്നു. അതിന് അവർ 400 ബാട്ട് എന്തോ ആണ് ചാർജ് ചെയ്തത്. സോ സരോങ് വാങ്ങിച്ച് ഞാൻ ഉടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോഴത്തേക്കും അമലെണ്ണം കൊടുത്തു തന്നു. സോ നേരെ അവിടെ നിന്ന് ഞങ്ങൾ ബിഗ് ബുദ്ധ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോയി. കുറച്ച് ദൂരം അവിടെ നിന്ന് നടക്കേണ്ടതാണ് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. മേളിൽ നിന്ന് ഈ കടൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, വല്ലാത്തൊരു ഭംഗിയായിരുന്നു. കുറേ നേരം ഞങ്ങൾ അതൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റെപ്പ് കയറി വേണം ഈ ബിഗ് ബുദ്ധയിൽ പോകാനായിട്ട്. സോ അതൊക്കെ കയറി ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും ഈ സാമ്പ്രാണി തിരി പോലെ സംഭവമൊക്കെ കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. സോ അത് ഞങ്ങളും അതേപോലെ തന്നെ ഫോളോ ചെയ്തു. സൂപ്പറായിരുന്നു. എന്തായാലും നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വ്യൂ പോയിന്റിലോട്ടാണ് പോയത്. അവിടെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഈ മേളിൽ ഈ ചെറുതായിട്ടെല്ലാം ഈ കടലിൽ കാണാനായിട്ട് നിങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അത്രയ്ക്ക് രസമായിരുന്നു. സോ അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്ത ഗ്രാബ് ബുക്ക് ചെയ്ത് നേരെ ബംഗ്ലാ റോഡിലോട്ടാണ് വന്നത്. ബംഗ്ലാ റോഡിൽ വീണ്ടും വന്ന് ഞങ്ങൾ തെരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ ഐസ്ക്രീം അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ് അവിടുത്തെ ഫെറാറോ റോഷറോടെ ഒരു ഐസ്ക്രീം കിട്ടും, അത് ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് ക്രേവ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ബിരിയാണി കഴിച്ചായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ബീച്ചിൽ അപ്പം ഈ ഗ്രൂപ്പ് ഡാൻസ് സെഷനൊക്കെ നടക്കുകയായിരുന്നു, അതൊക്കെ കണ്ടു. ലാസ്റ്റ് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ക്രേവ് ചെയ്തപ്പോഴത്തേക്കും ഞാനൊരു മാംഗോ സ്മൂത്തിയും കൂടെ വാങ്ങിച്ചായിരുന്നു. അതും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ അടുത്ത ഗ്രാബ് ബുക്ക് ചെയ്ത് നേരെ റൂമിലോട്ട് പോയി റെസ്റ്റ് എടുത്തു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്.